ഇങ്ങനെ കുളിപ്പിക്കുമ്പോ കരയാതിരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയാമോ? അതെ അതെ, കൊച്ചു വലുതാവുമ്പോ കാണേണ്ട വീഡിയോ കൊച്ചിനെ തുണിയില്ലാതെ കുളിപ്പിക്കാൻ. ഞാൻ ക്യാമറ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായോ പുള്ളിക്ക്? ഇങ്ങോട്ട് നോക്കുന്നു. ഇതാണ് ഈസി ബാത്ത് ടബ്. അതായത് ന്യൂ ബോൺസിന് വരെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കിടത്തി കുളിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതെന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങുന്നത്. കാരണം ഈവനിങ്ങിലാണ് നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ വീഡിയോ എടുക്കും, അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യും, അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ സമയം 8 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബേബിയെ അങ്ങ് കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരിയാക്കി കിടത്തി ഉറക്കാൻ പോവാം. ഓക്കെ, ആദ്യം നമുക്ക് ദേഹം ഫുള്ള് എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്യണം. പിന്നെ നമ്മുടെ പുതിയ ബാത്ത് ടബിൽ കിടന്ന് കുളിക്കണം, ഇല്ലയോ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുളിക്കാൻ പോയാലോ? ടാറ്റാ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഇടാൻ പോവാണ്. അവൾക്ക് രാവിലെ എണ്ണ തേക്കാനും കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോയ്ക്ക് വേണ്ടിയാണേ ഇത് കെട്ടിയിരിക്കുന്നത്. എന്റെ കൊച്ചിന് ഷെയിമാവും. അതെ അതെ, അതാണ് മുണ്ടൊക്കെ എടുത്തിട്ടിരുന്ന് എണ്ണ തേക്കാൻ പോകുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൊസിഷനാ ഇങ്ങനെ കമന്ന് കിടക്കാൻ. ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കും, എല്ലാം പാടും, എല്ലാം പാടും. ഓക്കെ, നമ്മള് കാലിന് കൊടുക്കണം. ഒക്കെ എണ്ണ കലട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മരത്തിൽ കയറാനും പറ്റണം. ഉണ്ടോ? മരത്തിലൊക്കെ കയറണം. ഞങ്ങൾ നല്ല ഭരതനാട്യം, കുച്ചിപ്പുടി ഡാൻസൊക്കെ അങ്ങോട്ട് കളിക്കുമ്പം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല വ്യായാമം ഉണ്ടാവണം. അതാണ് നമ്മുടെ എക്സസൈസ്. ഓക്കേ, ഇനി നമുക്ക് മൂക്കൊക്കെ വേണ്ടേ? മൂക്ക് വേണം. മൂക്ക് സിമ്പിളല്ലേ? കുഞ്ഞിന്റെ മൂക്ക് ഇത്രയും ആക്കിയതാരാ? ഓക്കെ. ഇനി ഇതെന്തിനാണെന്നറിയാമോ? നല്ല സ്മൈല് വരാം. ഇവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഈ എണ്ണ പിടിക്കാൻ ഇവിടെ ഇങ്ങനെ കിടത്തുന്നു. ഈ സമയം ഇവിടെ കളിക്കും. അവളെ കൈയും കാലും ഒക്കെ ശരിക്കും അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിച്ച് അവള് തനിയെ അവൾക്ക് വേണ്ട എക്സസൈസും കളിയിലും ഒക്കെ അവളെ ഏർപ്പെട്ടിരിക്കും. അവളുടെ ലോകമായത്. എണ്ണ പിടിക്കുകയും ചെയ്യും. അവള് നല്ല റിലാക്സ് ആയി മാറി. ഇത് നമ്മള് ഒരു ചെറിയൊരു ഇടവഴിയിലാണ് ഈ എണ്ണ തേക്കാൻ കിടത്തിയിരിക്കുന്നത്. ബാത്റൂം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മൾ എപ്പോഴായാലും എണ്ണ തേച്ചിട്ട് കുറച്ചു നേരം അത് പിടിക്കാൻ വെക്കണം. എന്ത് കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് നല്ല മെസ്സേജ് ആയിരിക്കണം കൊടുക്കുന്നത്. പോയി കുളിച്ചിട്ട് പോയോ? സൂര്യകാന്തി ഒക്കെ നോക്കി ഇരിക്ക. കുഞ്ഞുങ്ങള് കളേഴ്സ് ഇഷ്ടപ്പെടുന്നത് പോലെ നമുക്കിപ്പോ 1 മാസം പൂർത്തിയായി കഴിഞ്ഞപ്പോ തൊട്ട് അവിടെ ആളെ തിരിച്ചറിയാനൊക്കെ ഇങ്ങനെ പതുക്കെ തുടങ്ങി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇത്. ആദ്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കഴുത്തൊക്കെ ഉറച്ചതിന് ശേഷമാണോ 3 മാസം കഴിഞ്ഞേ ഈ ടബ് നമുക്ക് യൂസ് ചെയ്യാവോ എന്നൊക്കെ. പക്ഷെ എത്ര കുളിപ്പിക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ഇതിനകത്ത് കിടത്തി കുളിപ്പിക്കാം. ന്യൂ ബോൺ ബേബീസിന് തൊട്ട് ഇത് കിടക്കാം. ഇപ്പൊ കണ്ടാണ് ഒരു സംഭവം. വെള്ളം വീണിട്ട് യാതൊരു മൈൻഡും ഇല്ല.
ഒരു എക്സ്പ്രഷനും ഇല്ല, അവർക്ക് എന്നും കാണുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുളിക്കുന്നത്. കണ്ടോ കണ്ടോ, കൈയൊക്കെ പൊക്കി തരും നമുക്ക്. ഇത് ഞാൻ കെട്ടിയിരിക്കുന്നതേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാ, ഞങ്ങളുടെ കൊച്ചിന് നാണക്കേടൊന്നും വരില്ലേ. അതെ അതെ, കൊച്ചു വലുതാവുമ്പോ കാണേണ്ട വീഡിയോ. കൊച്ചിനെ തുണിയില്ലാതെ കുളിപ്പിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടാലേ. നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ബാത്ത് കണ്ടോ, ഹിമാലയ കുളിപ്പിച്ചാ മതി, ഒരു പാടുമില്ല. ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ഈ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ അല്പം കെയറിങ് വേണം. കുഞ്ഞാണ്, കഴുത്തൊന്നും ഉറക്കാത്ത കുഞ്ഞാണെന്നുള്ളൊരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ വേണം കേട്ടോ. ഇത് കണ്ട, ആദ്യം നമ്മളിങ്ങനെ ഫ്രണ്ട് റെഡിയാക്കിയതിനടുത്ത് നമുക്ക് എളുപ്പമാണ്. ആ ഒരു കൈ ആ കഴുത്തില് തലയിൽ ഇങ്ങനെ പിടിച്ചേക്കണം ഒരു സപ്പോർട്ടിന്. മുഖമൊക്കെ നമ്മൾ ഇങ്ങനെ കഴുകി ഫ്രണ്ട് അങ്ങ് റെഡിയാക്കണം ആദ്യം. അത് ഞാൻ പിന്നെ ശരിയാക്കി. ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് മുണ്ടൂരി കുളിപ്പിച്ചോ. കുഞ്ഞ് നാണം കിടക്കട്ടെ. ഞാൻ കമഴ്ത്തി ഇടുക. കമഴ്ത്തി ഇടാൻ ഒരു പാടുമില്ല. നമുക്ക് ഇതിൽ തന്നെ കമഴ്ത്തി കിടത്താം. മൂക്കൊന്നും പിടിക്കത്തില്ല. ഉദ്ദേശിക്കുന്ന പോലെ ഭയപ്പടിയേ വേണ്ട. ഉണ്ടോ, അത് അള്ളി പിടിച്ചിരിപ്പുണ്ട്. തലയിൽ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. എല്ലാ ഹിമാലയയുടെ പ്രൊഡക്ട്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കുളിപ്പിക്കുമ്പോ കരയാതിരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയാമോ? ഇഷ്ടമാണ്. പിന്നെ ഏത് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്. ലാസ്റ്റ് അത് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ. എന്റെ ഞാൻ എല്ലാ കൊച്ചുങ്ങളും കുളി കഴിയുമ്പോഴാണ് മിക്ക കൊച്ചുങ്ങളും കരയാൻ തുടങ്ങുന്നോ? കുളിക്കാൻ തുടങ്ങുമ്പോഴാണ് കരയുന്നത്. ഇത് കുളി കഴിയുമ്പോൾ ഒന്ന് കരയും ചിലപ്പോ. ഇതിനാണെന്ന് അറിയാമോ? പാല് കുടിക്കാൻ. ആ കുളി നിന്നതിന് നിർത്തിയതിന് അവിടെ ഒന്ന് കരയും ചിലപ്പോ. ഓക്കെ, മതി 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 മതി. ഇനി നാളെ ഇന്ന് നമ്മൾ ചെയ്ത് എന്താണോ ചില ഭാഗങ്ങളൊന്ന് ഊതി കൊടുക്കുക. അതെന്താണ്, അവിടെ വെള്ളം കയറരുത്. ഇത്രയേ ഉള്ളൂ സംഭവം. കുളി കഴിഞ്ഞപ്പോ തന്നെ ഒട്ടും എന്റെ കുഞ്ഞ് കരഞ്ഞോ? ഇല്ല. കുളി നിർത്തിയതിന് കരയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ നമ്മുടെ കട്ടിൽ റെഡിയാക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കുളി കഴിഞ്ഞിട്ട് നമ്മുടെ ബേബി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. കണ്ടോ കണ്ടോ, കുളി കഴിഞ്ഞ് വരുന്നതിന്റെ കരച്ചിലാണ് ആ കേൾക്കുന്നത് നിങ്ങള്. കണ്ടോ, കുളി കഴിഞ്ഞതിനാണോ ഈ കരയുന്നത്? അത് രാസ്നാദിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുളിച്ചപ്പോ ചൂടുണ്ടോ? അപ്പൊ കുഞ്ഞിന് പാല് കൊടുത്തിട്ടേ ഞങ്ങള് മേക്കപ്പ് ഒക്കെ ചെയ്യത്തുള്ളൂ. അതെ അതെ. പറയേ, അമ്മച്ചിയുടെ അടുത്ത് പോകണ്ടേ? അമ്മയുടെ അടുത്ത് പോകണ്ടേ? കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് പോകണ്ടേ? കുറച്ച് പാല് കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഈ മേക്കപ്പ് ഒക്കെ ഇടാം. ഓക്കെ, പോയി നമ്മൾ ഈ ഡയപ്പർ റാഷസ് ക്രീം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഷനും പൗഡറും ഒക്കെ ഇട്ട് ഒരു പാമ്പേഴ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി കിടത്തിയിരിക്കുകയാണ്. ഇനി ഡ്രസ് ഇട്ട് കൊടുക്കാം. മയങ്ങി മയങ്ങി വരുവാ ഇപ്പൊ തന്നെ. കുളി കഴിഞ്ഞാൽ ഒരു ഉറക്കം, അത് നിർബന്ധമാണ്. നമുക്ക് കാലിൽ 2 സോക്സും കയ്യിൽ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ ഉറങ്ങി കിടക്കുമ്പോഴേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുളി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കിടന്നുറങ്ങി. നമുക്ക് മുടി ചീറ്റി കൊടുക്കാം.
എന്നിട്ട് നമ്മളൊരു നനഞ്ഞ മുടിയായിരുന്നു ഒരു ചെറിയ ബോയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് അവളുടെ ബെഡിലോട്ട് കിടത്താൻ പോകും. അയ്യോ ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ കിടത്തുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഇലക്ട്രിക് തൊട്ടിലും കൊണ്ട് കിടത്താം. എന്തായാലും നന്നായിട്ട് ഉറങ്ങിയാൽ ഇവിടെ കിടന്നോട്ടെ. അപ്പൊ ഉറങ്ങിയെന്ന് വിചാരിച്ച് പരിപാടി കഴിഞ്ഞിട്ടില്ല. ഒരു കലാപരിപാടിയും കൂടെ ബാക്കിയുണ്ട്. കണ്ണെഴുതി പൊട്ടിട്ട് സുന്ദരിയാവണ്ടേ. കണ്ടോ, ഉറങ്ങി കിടക്കുമ്പോൾ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് കണ്ണെഴുതി കൊടുക്കാൻ പറ്റും. ഫാൻ ഇട്ട് കൊടുത്തില്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ AC ഇടുമ്പം ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. AC ഓഫ് ആക്കുമ്പോൾ ഭയങ്കര ചൂട്, AC ഇടുമ്പം ഭയങ്കര തണുപ്പ്. അപ്പൊ പിന്നെ ഫാൻ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത് ഇനി ഈ ഒരു ഉറക്കം ഒരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ സമയത്ത് നമുക്ക് വേണ്ട ജോലി ചെയ്യാം, എനിക്ക് കുളിക്കാൻ പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി പൗഡർ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പൗഡർ ഇട്ടോ, ഇല്ലെങ്കിലും ഉണർന്ന് എഴുന്നേക്കുമ്പോഴത്തേക്കും മുഖം പുള്ളി കരിയായിട്ടിരിക്കും. ഇത് നമ്മൾ ഐലൈനർ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഐലൈനർ അല്ല, കൺമഷി. അങ്ങനെ കണ്ണെഴുതൽ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും അവള് ഉണരത്തുമില്ല, കൺമഷി മാഞ്ഞു പോകത്തുമില്ല. അപ്പൊ ഈ ബാത്ത് ടബ് നമുക്ക് ഭയങ്കര നല്ല യൂസ്ഫുൾ ആണ് കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ. അതിനുശേഷം ഇതിങ്ങനെ കമത്തി വെക്കണം, അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് പോവാൻ വേണ്ടിയിട്ട്. വെള്ളം പോയതിനു ശേഷം ഇതെടുത്ത് നമുക്ക് ബാൽക്കണി കൊണ്ടുവച്ച് ഉണക്കിയെടുക്കാം. ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനും എളുപ്പമാണ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴേക്കും ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു. ഈ ഇവിടെ കൊണ്ട് കിടത്തി, കാരണം റൂമിൽ ആരുമില്ലല്ലോ നോക്കാൻ. അപ്പം മമ്മിക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാം, എനിക്ക് ഇവിടെ ഇരുന്ന് ഫുഡും കഴിക്കാം. എനിക്ക് കഴിക്കാനുള്ള ഫുഡും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിവിടെ കഴിച്ചുകൊണ്ട് അവളെ വാച്ച് ചെയ്യാം. കയ്യും കാലും ഒക്കെ ഇട്ട് അനക്കി തുടങ്ങുന്നുണ്ട്. ഹലോ, നമുക്കപ്പോ ഒരു പാട്ടിട്ട് കൊടുക്കാം. കണ്ടോ, പാട്ട് കേട്ടപ്പോ കൈയിട്ട് അനക്കാന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.